السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്തും വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ഖുർആൻ നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ആളുകൾ ആരെന്ന് ചോദിച്ചാൽ ഖുർആനിൻ്റെ അഹ്ലുകാരാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട സമൂഹം, പക്ഷേ ആ ഖുർആനിൻ്റെ മഹത്വം, ആ ഖുർആനിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ പ്രതാപം, അതിൻ്റെ സന്ദേശം, അതിൻ്റെ ചൈതന്യം എത്രമാത്രം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും സ്വന്തം മനസ്സിനോട് തന്നെ ചോദിക്കേണ്ടതായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആർക്കാണ് സ്വർഗം കിട്ടുക എന്ന് പല സൂക്തങ്ങളിലും വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ആർക്കാണ് സ്വർഗം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ഒരുപക്ഷേ നിങ്ങൾ പറയും, മുത്തഖീങ്ങളായിട്ടുള്ള ആളുകൾക്ക്, സത്യവിശ്വാസികളായിട്ടുള്ളവർക്ക്, അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർക്ക്, അങ്ങനെ പല ഉത്തരങ്ങളും നിങ്ങൾ പറഞ്ഞേക്കാം. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി വിശുദ്ധ ഖുർആൻ പറയാണ് സ്വർഗം. ആ സ്വർഗത്തിൻ്റെ മനോഹാരിത വ്യക്തമാക്കിയിട്ട് പറയാണ്, ആ സ്വർഗമെന്ന് പറയുന്നത് ദാലിക ലിമൻ ഖശിയ റബ്ബ, തൻ്റെ നാഥനെ ഭയപ്പെട്ടവർക്ക് ഉള്ളതാണ് ആ സ്വർഗം എന്നുള്ളതാണ്. സൂറത്തുൽ ബയ്യിനയുടെ 8-ാമത്തെ വചനം, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ.
ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. ആ സൂക്തം നമ്മൾ നമ്മുടെ ചിന്തക്ക് വിധേയമാക്കേണ്ടതുണ്ട്. സ്വർഗീയ ലോകത്തിൽ പ്രവേശിച്ച് അവിടെ നിത്യവാസിയായിട്ട് കഴിയുക എന്നുള്ള മഹാഭാഗ്യം, ജസാഉഹും അവർക്കുള്ള പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിൻ്റെ അടുക്കലാണ്. എന്താണ് ആ പ്രതിഫലം? ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തുകൂടെ ആറുകൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങൾ. ഖാലിദീന ഫീഹാ അബദാ, അതിൽ എന്നെന്നും നിത്യവാസികളായിട്ട് അവർ വസിക്കും. റളിയല്ലാഹു അൻഹും വറളു അൻ, ആ സ്വർഗവാസികൾ തൃപ്തിപ്പെടുന്നവരാണ്, അള്ളാഹുവിനെ പറ്റി തൃപ്തിയുള്ളവരാണ്, അള്ളാഹു അവരെ പറ്റിയും തൃപ്തിയുള്ളവരാണ്. പക്ഷെ എങ്ങനെയാണ്, ആർക്കാണ് ആ ഉന്നതമായിട്ടുള്ള സ്ഥാനം കിട്ടുക? ദാലിക ലിമൻ ഖശിയ റബ്ബ, തൻ്റെ നാഥനെ ഭയപ്പെട്ട ആളുകൾക്ക് എന്നുള്ളതാണ് ഖശിയത്ത്. ഈ ഖശിയത്ത് എന്നുള്ള വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ സൂറത്തുൽ ഹശ്ർ കേട്ടിട്ടില്ലേ? അതിൽ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് പറയാൻ, ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മുകളിലാണ് അവതരിപ്പിക്കപ്പെട്ടതെങ്കിൽ ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. പർവ്വതത്തിൻ്റെ മുകളിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടിരുന്നതെങ്കിൽ അത് ഭയന്നുകൊണ്ട് തകർന്ന് തരിപ്പണമാകുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഭയം, ഖശിയത്ത്, ഖുശൂ അങ്ങനെയുള്ള പദങ്ങൾ, ആ ഒരു സ്വഭാവം ഒരു വിശ്വാസിയുടെ, ഖുർആനിൻ്റെ അഹ്ലുകാരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. സഹോദരങ്ങളെ, ഒന്നുകൂടെ വ്യക്തമായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൻ്റെ ആശയങ്ങൾ, സന്ദേശങ്ങൾ, അതിൻ്റെ സൂക്തങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കേണ്ടതുണ്ട്, നമ്മുടെ മനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങേണ്ടതുണ്ട്. ഏറ്റവും ലളിതമായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ നോക്കൂ. നമ്മുടെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അല്ലാഹു തആല പറയാൻ, വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു, നിങ്ങൾ മൗനം പാലിക്കണം എന്നാണ്. എന്തിനാണ് ഖുർആൻ ഓതുമ്പോൾ മൗനം പാലിക്കുന്നത്? ആ ഖുർആനിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം, ഖുർആനിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിൻ്റെ വചനങ്ങൾ, അതിൻ്റെ അർത്ഥ തലങ്ങൾ, അതിൻ്റെ ആശയ വൈപുല്യത്തെക്കുറിച്ച് ചിന്തിക്കണം. അതാണ് ഫസ്തമിഉ ലഹു, നിങ്ങൾ മൗനം ശ്രദ്ധിച്ച് കേൾക്കണമെന്ന ഇസ്തിമാ. അതുപോലെ മൗനം പാലിക്കണം. വഅൻസിതു ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ കരുണ ചെയ്യപ്പെട്ടേക്കാം എന്നാണ്. അപ്പോൾ ഖുർആനിനെ ആ രൂപത്തിൽ നമ്മൾ ഓരോ സൂക്തങ്ങളും ഓരോ അധ്യായങ്ങളുമൊക്കെ മനസ്സ് തുറന്ന്, കാത് തുറന്ന്, കണ്ണ് തുറന്ന് അങ്ങനെ കേൾക്കാനും പഠിക്കാനുമൊക്കെ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതേറെ സ്വാധീനമുണ്ടാക്കും. സമീപ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പത്മശ്രീ റാബിയ എന്ന് പറയുന്ന ഒരു വനിതയുണ്ടല്ലോ. അപ്പോൾ അവരോട് പത്രക്കാർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരുപാട് പ്രതിസന്ധികൾ, അതായത് അവരുടെ പിതാവിന് 6 പെൺമക്കളാണ്. 6 പെൺമക്കളിൽ ഒരാൾ എങ്ങനെയാ ഭിന്നശേഷിക്കാരിയാണ്. ചക്ര കസേരയിലാണ് അവർ നടക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. കൈകളുടെ വിരലുകളൊക്കെ നമ്മുടേതുപോലെയല്ല, പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ. ഈ പ്രയാസങ്ങളൊക്കെ എങ്ങനെയാണ് നിങ്ങൾ മറികടക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അവർ നൽകുന്ന ഉത്തരം, ഈ ഭൗതിക ലോകത്ത്
ഈ ലൗകിക സൗകര്യങ്ങളിൽ അഭിരമിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് ഈ ലോകമെന്ന് പറയുന്നത് എന്നെപ്പോലെയുള്ള സകല മനുഷ്യർക്കും, എല്ലാ വിശ്വാസികൾക്കും, എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമെന്ന് പറയുന്നത് മരത്തണലിൽ വിശ്രമിക്കുന്ന ഒരു യാത്രികനെ പോലെയാണ്. കൃഷി ചെയ്യുന്ന ഒരു കർഷകൻ, അതിനാണ് ഈ പ്രപഞ്ചത്തിൽ നാം നിയോഗിക്കപ്പെട്ടത്. ചെരുപ്പിൻ്റെ വാറിനേക്കാൾ മരണം അടുത്തുണ്ട്. ഇങ്ങനെയുള്ള ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള വാക്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇത്തരം ചിന്തകളാണ് എനിക്ക് പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള കരുത്ത് നൽകുന്നത് എന്നുള്ളതാണ്. തുടർന്ന് പറയുന്നുണ്ട് അവരുടെ മാതാപിതാക്കളുടെ അടുത്ത് വന്നിട്ട് ചില ആളുകൾ പറയാണ്, ഇവരുടെ വാപ്പാൻ്റെയൊക്കെ അടുത്ത് വന്നിട്ട് പറയാണ്, നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ കയ്യിനും കാലിനൊന്നും സുഖമില്ലാത്ത ഇവർക്കൊക്കെ ആരാണ് ഭക്ഷണം കൊടുക്കുക, ആരാണ് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അവർ പറയാൻ, എന്നെ സൃഷ്ടിച്ച എൻ്റെ നാഥന് തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളുടെ കാലശേഷവും ഒരുരുള ചോറ് തരാൻ കഴിവുള്ളവനാണ് അവന് എന്നുള്ള ആ ഒരു വിശ്വാസം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർ ഏതൊരു സാഹചര്യത്തിലാണത് പറയുന്നത് നമ്മൾ ചിന്തിക്കണം. അങ്ങനെയുള്ളൊരവസ്ഥ നമ്മളിൽ ഒരാൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മുടെ മാതാപിതാക്കളോട് നമ്മുടെ സാന്നിധ്യത്തിൽ ചോദിക്കാൻ, നിങ്ങളുടെ കാലശേഷം ആരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുക, സംരക്ഷണം കൊടുക്കുക എന്ന്. അങ്ങനെ ഒന്നോ രണ്ടോ പല ആളുകളും ചോദിക്കുക. അപ്പോൾ അതൊക്കെ അവരുടെ മനസ്സിലുണ്ടാക്കുന്ന വേദനകൾ. പക്ഷേ അവർ നൽകുന്ന മറുപടി എന്താ? പ്രപഞ്ചനാഥൻ അവനാണ് എന്നെ സൃഷ്ടിച്ചത്, അവനെനിക്ക് ഒരു ഉരുള ചോറ് തരും എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ എത്രയോ ആളുകളെ ഖുർആൻ സ്വാധീനിച്ചിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ എന്താണ് നമ്മുടെയൊക്കെ ജീവിതം? ഞാനും നിങ്ങളുമൊക്കെ ഖുർആനിൻ്റെ ആളുകളാണ്, മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ് നടക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കിതാബ്, അള്ളാഹുവിൻ്റെ ഗ്രന്ഥം എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒട്ടേറെ രംഗങ്ങളിൽ അവന് ഖുർആനുമായി ഒരു ബന്ധവുമില്ലാത്ത രൂപത്തിലാണ് ജീവിക്കുന്നത്. സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ ഖുർആൻ്റെ സന്ദേശം കാണാൻ കഴിയില്ല. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണല്ലോ ഇസ്രാഫ്, അമിത വ്യയം പാടില്ല എന്നുള്ളത്. ഇപ്പം നമ്മുടെ നാട്ടിൽ കൊറോണയൊക്കെ കഴിഞ്ഞു, ലോകത്തെമ്പാടും കൊറോണയൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ മാരകമായിട്ടുള്ള അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ കണ്ടു നമ്മൾ. പക്ഷേ ഇന്ന് നിങ്ങൾ നോക്കൂ, കല്യാണം എന്നൊക്കെ പറയുന്നത് ചില സ്ഥലങ്ങളിൽ 10 ഫംഗ്ഷനുകളാണെന്നുള്ളതാണ്. സത്യത്തിൽ ഒരൊറ്റ സദസ്സു കൊണ്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ 10 ഫംഗ്ഷനുകൾ, വലിയ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂട്ടി ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങളും അലങ്കാരങ്ങളും ഇതൊക്കെ കൂടിയിട്ട് അങ്ങനെ 10ഓളം വരുന്ന ഫംഗ്ഷനുകൾ എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ? ഇത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണോ? ഖുർആൻ്റെ താല്പര്യമാണോ? ഇങ്ങനെ ഓരോ സംഭവങ്ങൾ എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെൺകുട്ടികൾ അവർ ഋതുമതിയാകുമ്പോൾ അതിനുള്ള ആഘോഷം സംഘടിപ്പിക്കുന്നു. ഒരു ആൺകുട്ടിയുടെ സുന്നത്ത് കല്യാണം എന്ന് പറയുന്ന, അതിന് പേര് തന്നെ സുന്നത്ത് കല്യാണം എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ആചാരങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് അതിന് സ്വർണം വാങ്ങുന്നു. അത് മറ്റുള്ള ആളുകളും ബന്ധുക്കളായ ആളുകളെന്ന് സ്വർണം വാങ്ങിക്കൊണ്ടുവരുന്നു. അവരുടെ വീട്ടിലുണ്ടാകുമ്പോൾ അങ്ങോട്ട് പോയി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, ഇതൊക്കെ ഖുർആനിൻ്റെ ആളുകളാണ് നമ്മളെന്ന് പറയുകയും ഇങ്ങനെയുള്ള ആചാരങ്ങളും മാമൂലുകളും എമ്പാടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്താൽ ഖുർആൻ എന്ത് സ്വാധീനം നമ്മിൽ ചെലുത്തിയിട്ടുള്ളത്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൊരു ആയത്ത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്തുൽ ഹദീദ് അതിൻ്റെ 16-ാമത്തെ ആയത്ത്. അലം യഅ്നിലില്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്,
അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക്, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് വിനയപ്പെട്ടു വരുവാൻ വിശ്വാസികൾക്ക് ഇനിയും സമയമായില്ലേ? വമാ നസല മിനൽ ഹഖ്, സത്യമായി കൊണ്ട് അവതരിപ്പിച്ചതിലേക്കും ഇനിയും സമയമായില്ലേ എന്ന് അല്ലാഹു തആല ചോദിക്കുകയാണ്. ഖുർആനിൻ്റെ ആയത്തുകൾ നമ്മളിങ്ങനെ കേൾക്കുന്നു, പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അമിതവ്യയമാകട്ടെ, ധൂർത്താകട്ടെ, ആഡംബരമാകട്ടെ, പൊങ്ങച്ചമാകട്ടെ, എന്തിൻ്റെയൊക്കെ പേരിൽ, വീടിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, അങ്ങനെ എല്ലാ സംഗതികളിലും നമ്മൾ വളരെ പുറകിലാണ്. ഖുർആനും നമ്മളും തമ്മിലുള്ള ബന്ധം കിഴക്കും പടിഞ്ഞാറും എത്ര അകലമാണോ അതുപോലെയാണ്. എവിടെയാണ് നമ്മെ ഖുർആൻ സ്വാധീനിച്ചിട്ടുള്ളത്? ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് രംഗങ്ങൾ, പ്രിയമുള്ളവരെ, ഞാൻ ഈ ആയത്തിൻ്റെ ഒരു പശ്ചാത്തലം പറയാം. ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി രേഖപ്പെടുത്തുകയാണ്, ഈ ആയത്ത് മദീനയിലാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. മക്കയിൽ എങ്ങനെയായിരുന്നു നബിയും സഹാബത്തും? ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. അമ്മാറിൻ്റെയും യാസിറിൻ്റെയും സുമയ്യയുടെയും ചരിത്രം നമുക്കറിയാം. പ്രവാചകൻ തന്നെ ഷഅബ് അബീ ത്വാലിബിൽ ഉപരോധിക്കപ്പെട്ടല്ലോ. അപ്പോൾ പ്രയാസത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും യാതനകളുടെയും വേദനകളുടെയും കാലഘട്ടമാണ് മക്ക കാലഘട്ടം. അത് കഴിഞ്ഞ് അവിടെ വിശ്വാസപൂർവം ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള സാഹചര്യം വന്നങ്ങനെ മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്നിട്ട് ഏതാനും കാലം കഴിഞ്ഞപ്പോൾ, ഏതാനും അല്പം കഴിഞ്ഞു, മദീനയിൽ അല്പസ്വല്പമൊക്കെ ഭക്ഷണം, അതുപോലെ തന്നെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ, നാമമാത്രമായ സുഖങ്ങൾ, അത് വന്നപ്പോഴാണ് അള്ളാഹുവിൻ്റെ ചോദ്യം, അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വിനയപ്പെട്ടു വരുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? സത്യമായി കൊണ്ട് അവതരിപ്പിച്ച ആ ഗ്രന്ഥത്തിലേക്ക്, പരിശുദ്ധ ഖുർആനിലേക്ക് വിനയപ്പെട്ടു വരുവാൻ നിങ്ങൾക്ക് സമയമായില്ലേ? ഞാൻ തയ്യാറുണ്ടോ? നിങ്ങൾ തയ്യാറുണ്ടോ? അതേ, സമയമായി, ഞാൻ ഒരുക്കമാണ്. അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിലേക്ക് തിരിച്ചു വരാൻ, കീഴൊതുങ്ങുവാൻ, വിനയപ്പെട്ടു വരാൻ തയ്യാറാണ് എന്ന് പറയാൻ ഒരുക്കമുണ്ടോ സുഹൃത്തുക്കളെ? അല്ലാഹു തആല പറയാൻ, വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ട സമൂഹങ്ങളെപ്പോലെ നിങ്ങൾ ആകരുത്. എന്താ വേദം നൽകപ്പെട്ട സമൂഹങ്ങൾക്ക് പറ്റിയ അബദ്ധം? അവർക്കുള്ള വ്യതിയാനം എന്ത്? അവർക്ക് പ്രവാചകന്മാർ വന്നു, അതുപോലെ ശരീഅത്ത് നിയമങ്ങൾ പഠിപ്പിച്ചു. പക്ഷേ പ്രവാചകനൊക്കെ പോയി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും അവർ ആ നന്മകളിൽ നിന്ന്, ആ ഉത്ബോധനങ്ങളിൽ നിന്ന് വഴുതിമാറുകയും തെറ്റായ മാർഗത്തിലൂടെ അവർ സഞ്ചരിക്കുകയും ചെയ്യുന്നു. അതുപോലെ മുസ്ലിം സമുദായം, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഖുർആനിൻ്റെ അനുയായികളാകരുത് എന്നാണ് ഈ ആയത്ത് പഠിപ്പിക്കുന്നത്. വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. അല്ലാഹു തആല പറയാൻ, മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെ പോലെ നിങ്ങൾ ആകരുത്. അവർക്ക് കാലമൊന്ന് ദീർഘമായി പോയി, അപ്പോൾ അവരുടെ ഹൃദയം കടുത്തുപോയി എന്നുള്ളതാണ്. എന്നിട്ടോ അവരിലധികം ആളുകളും അധർമ്മകാരികളായി എന്നുള്ളതാണ്. എവിടെയാണ് പ്രിയമുള്ളവരെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിൻ്റെ ഈ കലാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്നുള്ള ചിന്ത നമുക്കെവിടെയാണുള്ളത്? ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ആയത്തിൻ്റെ വെളിച്ചത്തിൽ ഒട്ടേറെ സംഭവങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാര്യം ഇമാം ദഹബി രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സിയറു അഅ്ലാമിൻ നുബല അതിൽ പറയാൻ, ഫുളൈൽ ഇബ്നു ഇയാൽ എന്ന് പറയുന്ന വ്യക്തി, കാനൽ ഫുളൈൽ ഇബ്നു ഇയാൽ ഷാത്തിറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഈ കൊള്ളക്കാരനായിരുന്നു. വഴിയിൽ യാത്രക്കാരായ ആളുകളുടെ മുതലുകൾ കൊള്ള നടത്തുന്ന ആളായിരുന്നു. അദ്ദേഹത്തിന്
പ്രേമിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. വകാന സബബു തൗബതിഹി അന്നഹു അശിക ജാരിയതൻ, ഒരു പെൺകുട്ടിയുമായിട്ട് അങ്ങനെയുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഫബൈനമാ ഹുവ യർതഖിൽ ജുദുറാന ഇലൈഹാ, ആ പെൺകുട്ടിയുടെ അടുക്കലേക്ക് അദ്ദേഹം പോകുന്നതിന് വേണ്ടി മതില് ചാടിക്കടക്കാനുള്ള പരിശ്രമം നടത്തുകയാണ്. ഇത് സമയത്താലിൻ യത്ലു, ആ സമയത്താണ് പരിശുദ്ധ ഖുർആനിലെ ആയത്ത് കേൾക്കുന്നത്. ഒരു മനുഷ്യൻ താലിയൻ എന്ന് പറഞ്ഞ തിലാവത്ത് നടത്തുകയാണ്. എന്താ തിലാവത്ത്? അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്, ആ ആയത്ത് കേൾക്കുന്നത്. ഫലമ്മാ സമിഅഹാ, ആ വചനം അദ്ദേഹം കേട്ടപ്പോൾ ഖാല ബലാ യാ റബ്ബ്, ബലാ യാ റബ്ബ്, എൻ്റെ രക്ഷിതാവേ, അതേ സമയമായി, ഖദ് ആൻ, സമയമായി. അങ്ങനെ ഫറജ, അദ്ദേഹം തൗബ ചെയ്തു, പശ്ചാത്തപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ രംഗം എന്ന് പറയുന്നത് ഖുർആൻ മനുഷ്യനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ പറയുന്നത്. എത്രയോ സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, നല്ല ഉന്നത സ്റ്റാറ്റസിൽ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു അറബി പൗരൻ. അദ്ദേഹം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരാൾ മരണപ്പെട്ടപ്പോൾ ആ മയ്യത്ത് കൊണ്ടുപോയി ഖബറിൽ ഈ മയ്യത്ത് ഇറക്കുകയാണ്. അപ്പോൾ മയ്യത്ത് ഇറക്കുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അതിനായിട്ട് 2-3 ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാനിവിടെ കണ്ടത് അങ്ങനെയല്ല. മയ്യത്തിറക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഉള്ളത് ആരാണോ അവർ ഇറങ്ങുന്നു, ഖബർ അവിടെ കുഴിച്ചു വെച്ചിട്ടുണ്ടാവും, അതൊന്ന് വൃത്തിയാക്കുന്നു. അത് വൃത്തിയാക്കിയിട്ട് ഈ ആളുകൾ അവരുടെ ആ ഡ്രസ്സ് അതോ മടക്കി കുത്തി അതിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നു, മണ്ണ് കുഴക്കുന്നു, വേറെ ആൾ വെള്ളം കൊണ്ടുവരുന്നു. അങ്ങനെ മണ്ണ് കുഴച്ച് വേറെ ആളുകൾ കല്ലുകൾ കൊണ്ടുവരുന്നു. മൂടുകല്ലൊക്കെ മയ്യത്തൊക്കെ ഇറക്കി മൂടുകല്ലൊക്കെ വെച്ച് മണ്ണ് കുഴച്ച് തേമ്പുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു. എത്രയോ ആയിരക്കണക്കിന് റിയാലുകൾ ശമ്പളം വാങ്ങുന്ന അറിയപ്പെടുന്ന ഒരാൾ ഖബറിലിറങ്ങി ഇങ്ങനെ ചെയ്യുകയോ? അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് അതിനൊക്കെ പ്രചോദനമായിട്ടുള്ളത്? പരിശുദ്ധ ഖുർആൻ അത്രമാത്രം സ്വാധീനം ചെലുത്തിയിരുന്നു എന്നുള്ളതാണ്. അപ്പം അതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു ഞാൻ. പിന്നീട് നോക്കുമ്പോൾ മറ്റൊരു വ്യക്തിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പിതാവ്, സ്വന്തം വാപ്പ മരണപ്പെട്ടപ്പോൾ അദ്ദേഹം തന്നെ നേരിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുകയാണ്. സാധാരണ അവിടെ ഈ അൽറാജി എന്ന് പറയുന്ന ഒരു മസ്ജിദ് ഉണ്ട്. അപ്പോൾ ആ പള്ളിയിൽ അൽറാജിയുടെ വകയായിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന കേന്ദ്രവും അതിനുള്ള എല്ലാ സംഗതികളും, കഫം പുടവയും കുളിപ്പിക്കാനുള്ള സാമഗ്രികളും എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. അവിടെ മയ്യത്ത് കുളിപ്പിക്കാൻ അതിന് സഹായിക്കാൻ ആളുകളുണ്ട്, അതിന് സേവനം ചെയ്യാൻ ആളുകളുണ്ട്. പക്ഷേ ഇദ്ദേഹം സ്വന്തമായിട്ട് അതിന് നേതൃത്വം നൽകി സ്വന്തം പിതാവിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാൻ. എന്നിട്ട് അദ്ദേഹം തന്നെ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. അദ്ദേഹം തന്നെ ആ പിതാവിൻ്റെ മയ്യത്ത് ഖബറിലിറക്കാൻ എല്ലാ സംഗതികൾക്കും അദ്ദേഹം. എങ്ങനെയാണ് പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ സംഗതികൾക്കൊക്കെ ഇപ്പോൾ മയ്യത്ത് നമസ്കരിക്കാറുണ്ട് പലരും, ആ ആളുകൾ ഖബറിൽ ഇറങ്ങുന്നത് കണ്ടിട്ടില്ല. ഇത് മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുക, ഖബറിൽ ഇറങ്ങുക. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടാണത്? ആ പിതാവിനോടുള്ള സ്നേഹം, ദീനിനോടുള്ള കമ്മിറ്റ്മെൻറ്റ്, വിശുദ്ധ ഖുർആനിനോടുള്ള ആ ഒരു താല്പര്യം. നമ്മളൊക്കെ ഇപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ 50-60 വയസ്സായ ആളുകളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 30, 35, 40 പല പ്രായത്തിലുള്ള ആളുകൾ, സഹോദരങ്ങളുണ്ടാവും. നമ്മളൊക്കെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനി ഇത് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് പ്രിയമുള്ളവരെ പല രൂപത്തിലും
മാറ്റങ്ങൾ മനുഷ്യൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇമാം ഓതുന്നു, അല്ലെങ്കിൽ ഒരാൾ ഓതുന്നു, പലരും അത് ശ്രദ്ധിച്ചാലായി, ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെ ആ രൂപത്തിലാണ്. അങ്ങനെയല്ല, ഖുർആൻ പ്രവാചകൻ്റെ ഖുർആനിൻ്റെ ആ പാരായണം തന്നെ തെർത്തിയിലായിക്കൊണ്ടാണ് പ്രവാചകൻ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഞാൻ മഹാനായിട്ടുള്ള ഇബ്നു അബി മുലൈക റഹിമഹുല്ല അദ്ദേഹം പറയാണ്, സാഫർതു മഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹമാരാ തർജുമാനുൽ ഖുർആൻ എന്ന് ഇസ്ലാമിക ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള സ്വഹാബി വര്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ യാത്ര ചെയ്തു. മിൻ മക്കത ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോയി. ഫകാന യഖൂമു നിസ്ഫൽ ലൈൽ, മഹാനായിട്ടുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ രാത്രിയുടെ പകുതി വരെ അദ്ദേഹം എഴുന്നേറ്റ് നമസ്കരിക്കുകയാണ്. ഫയഖറഉൽ ഖുർആന ഹർഫൻ ഹർഫാ, ഖുർആൻ ഇങ്ങനെ ഓരോ അക്ഷരമെന്നോണം അദ്ദേഹം പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി കൊണ്ട് പാരായണം ചെയ്യുക. എന്തുകൊണ്ടാണ് അങ്ങനെ പാരായണം ചെയ്യുന്നത്? ആ അർത്ഥമൊക്കെ ആലോചിച്ച് പാരായണം ചെയ്യുക, ധൃതിയിലല്ല. സുമ്മ യബ്കി ഹത്താ തസ്മഅ ലഹു നഷീജ, അദ്ദേഹം കരയാണ്. കരയ എന്ന് പറഞ്ഞാൽ നഷീജൻ എന്നുള്ള വാക്കിന് അഷദ്ദുൽ ബുക എന്ന കഠിനമായ കരയൽ. ഖുർആൻ ഓതിയിട്ട് അത് മനസ്സിൽ സ്വാധീനം ചെലുത്തിയിട്ട് കരയുക, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ ഒരു പ്രകൃതമായിരുന്നു പ്രവാചകൻ്റെ അനുയായികൾക്കുള്ളത്. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ മറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില ആയത്തുകളുടെ വ്യാഖ്യാനങ്ങളിൽ കാണുന്നത്, പ്രിയമുള്ളവരെ, ചില സഹാബിമാരൊക്കെ ആവർത്തിച്ചുകൊണ്ട് ചില വചനങ്ങൾ പാരായണം ചെയ്യുമായിരുന്നു. മഹാനായിട്ടുള്ള അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഖാമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിആയത്തിൻ, അല്ലാഹുവിൻ്റെ റസൂൽ ഒരു ആയത്ത് കൊണ്ട് രാത്രിയിൽ എഴുന്നേറ്റ് നിന്നു. ഹത്താ അസ്ബഹ യുറദ്ദിദുഹാ, അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഒരു ആയത്ത് അങ്ങനെ പാരായണം ചെയ്യുന്നത്? ഏതാണ് ആ ആയത്ത്? പരിശുദ്ധ ഖുർആനിൽ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയുടെ 18-ാമത്തെ വചനം. ആ ആയത്ത്, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദുക്, അല്ലാഹുവേ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിന്റെ ദാസന്മാരാകുന്നു. വഇൻ തഗ്ഫിർ ലഹും, നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ ഏറെ പ്രതാപശാലിയും യുക്തിമാനുമാണല്ലോ എന്നുള്ളൊരു അർത്ഥമാണ് അതിനുള്ളത്. അതിൻ്റെ തൊട്ടുമീതെ പറയുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അവിടുത്തെ മാതാവിനെയും ഒക്കെ അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്യുന്ന രംഗമാണ്. എന്നിട്ടാണ് ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഓതി അത് ആവർത്തിച്ച് അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള. എന്തുകൊണ്ട്? അതിൻ്റെ ആശയ ഗാംഭീര്യം കൊണ്ട്. അത് ചിന്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ തീർച്ചയായിട്ടും അത് സ്വാധീനം ചെലുത്തും. ഈ സംഭവം ഇമാം നസായി അദ്ദേഹത്തിൻ്റെ സുനനിൽ 1010 നമ്പറായിട്ട് ഉദ്ധരിക്കുന്ന വചനമാണ്. ഒരു സംഭവം കൂടെ ഞാൻ കേൾപ്പിക്കട്ടെ. അബ്ബാദ് ബിൻ ഹംസ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ, ദഖൽതു അലാ അസ്മാ റളിയല്ലാഹു തആല അൻഹാ, ഞാൻ അസ്മാ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ പ്രവേശിച്ചു. വഹിയ തഖറഉ, അവർ പാരായണം ചെയ്യുക. ഫമന്നല്ലാഹു അലൈനാ, അല്ലാഹു ഞങ്ങളുടെ മേൽ, നമ്മുടെ മേൽ അനുഗ്രഹം ചൊരിഞ്ഞു. വവകാനാ അദാബസ്സമൂം, ഞങ്ങളെ കാത്തു രക്ഷിച്ചു. എന്തെന്ന്? അദാബസ്സമൂം, രോമകൂപങ്ങളിൽ തുളച്ചു കയറുന്ന നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും അവൻ നമ്മെ കാത്തുരക്ഷിച്ചു എന്നുള്ള പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്ത് തൂറിലെ 27-ാമത്തെ വചനമാണ് അവർ ഓതുന്നത്. ആ ആയത്ത് പാരായണം ചെയ്തിട്ട് അവർ അവിടെ നിൽക്കുകയാണ്. അവർ
എന്നിട്ടോ ഫജഅലതു തുഈദുഹാ, അത് ആവർത്തിക്കാൻ ആരംഭിച്ചു. വതദഉ, എന്നിട്ട് ദുആ ചെയ്യുകയാണ്. അതായത് ഖുർആൻ പാരായണം ചെയ്യുമ്പോഴേ ഒരു നിയമമുണ്ട്, ഒരു മര്യാദ ഉണ്ട്, പ്രവാചകൻ്റെ ഒരു ചര്യയുണ്ട്. നരകത്തെക്കുറിച്ച് പറയുമ്പോൾ റബ്ബേ നരകത്തിൽ നിന്ന് രക്ഷിക്കണേ, സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗം തരേണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ പ്രവാചകൻ നടത്തുമായിരുന്നു എന്നുള്ളതാണ്. തസ്ബീഹ്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന വചനങ്ങൾ വരുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്നിങ്ങനെ പറയുമായിരുന്നു എന്ന് സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇമാം ഇബ്നു അബീ ശൈബ അദ്ദേഹത്തിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ 6037 നമ്പറായി കൊടുക്കുന്ന വചനമാണ്. ഇങ്ങനെ എത്രയെത്ര സംഭവമാണ് പ്രിയമുള്ളവരെ. മഹാനായിട്ടുള്ള ഇമാം ലഹാഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് സുമറിലെ 16-ാമത്തെ വചനം, ലഹും മിൻ ഫൗഖിഹിം ളുലലുൻ മിനന്നാർ വമിൻ തഹതിഹിം ളുലലുൻ, ആ വചനം ഓതിക്കൊണ്ട് ആവർത്തിച്ചുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. എന്താ അതിൻ്റെ അർത്ഥം? ലഹും മിൻ ഫൗഖിഹിം ളുലലുൻ മിനന്നാർ, അവർക്ക് നരകത്തിൻ്റെ തീയിൻ്റെ അട്ടികൾ അവരുടെ മീതെയുണ്ട് എന്നുള്ളതാണ്. തീയിൻ്റെ നരകത്തിൻ്റെ ആ അഗ്നി ഉണ്ടല്ലോ, അതിൻ്റെ അട്ടികൾ അവർക്ക് മീതെയുണ്ട്. വമിൻ തഹ്തിഹിം ളുലലുൻ, അവരുടെ അടിഭാഗത്തും ആ അഗ്നിയുടെ ഒരുപാട് തട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെ എത്ര വചനങ്ങളുണ്ട്. ഭീകരമായിട്ടുള്ള, നമുക്ക് ഒരു നിമിഷം പോലും സഹിക്കാൻ സാധ്യമാകാത്ത നരകത്തിൻ്റെ അദാബ്, അതിനെക്കുറിച്ച് വിവരിക്കുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം അവരൊക്കെ അങ്ങനെ സ്വാധീനിച്ചു. പക്ഷേ നമ്മൾ സ്വാധീനിക്കുന്നുണ്ടോ? സഹോദരങ്ങളെ, ഞാൻ ഒരു കാര്യം കൂടെ വായിക്കുകയാണ്. ആമിർ ബിൻ അബ്ദു ഖൈസ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹം അന്നഹു ഖറഅ ലൈലതൻ സൂറത്തുൽ മുഅ്മിൻ, പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മുഅ്മിൻ എന്ന് പറഞ്ഞ അധ്യായമുണ്ട്. ആ സൂറത്ത് പാരായണം ചെയ്യുകയാണ്. ഫലമ്മൻ തഹാ ഇലാ ഖൗലിഹി, അങ്ങനെ ആ അധ്യായത്തിലെ ഒരു വചനം എത്തിയപ്പോൾ, എന്താ വചനം? 18-ാമത്തെ വചനം, വഅൻദിറുഹും യൗമൽ ആസിഫ ഇദിൽ ഖുലൂബു ലദൽ ഹനാജിരി ഖാലിമീൻ. വഅൻദിറുഹും, നബിയേ നീ അവർക്ക് താക്കീത് നൽകുക. യൗമൽ ആസിഫ, ആസന്നമായിട്ടുള്ള ആ ഭയാനകമായ ദിവസത്തെ സംബന്ധിച്ച്. ഇതിൽ ഖുലൂബു ലദൽ ഹനാജിർ, ആ സന്ദർഭം എന്ന് പറയുന്നത് ഹൃദയങ്ങൾ മനുഷ്യരുടെ തൊണ്ടക്കുഴിയിലേക്ക് വരുന്ന സന്ദർഭമാണ്. കാലിമീൻ, ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്ന രംഗമാണ്. ആ ആയത്ത്, ആ അർത്ഥമുള്ള ആയത്ത് പാരായണം ചെയ്തിട്ട് ഫലം യസൽ യുറദ്ദിദുഹാ ഹത്താ അസ്ബഹ്, പ്രഭാതം വരെ ഇത് ആവർത്തിച്ചു എന്നുള്ളതാണ്. ഫജഅല യബ്കി വയുറദ്ദിദുഹാ ഹത്താ അസ്ബഹ്, അതായത് പ്രഭാതം വരെ അത് ആവർത്തിച്ച് ഓതുക, കരയുക. അങ്ങനെ ഏത് മുൻഗാമികൾ, ഇത് പുരാണമോ ഇതിഹാസമോ അല്ല, കഴിഞ്ഞു പോയിട്ടുള്ള പച്ചയായ യാഥാർത്ഥ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകൾ കേട്ടിട്ട് നമുക്ക് കരയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ ഉംറക്ക് പോവുകയാണ്. ഉംറക്ക് പോയിട്ട് മക്കത്ത് അവിടുത്തെ ഇമാമ് സൂറത്ത് യൂസുഫ് ഓതുകയാണ്. സൂറത്ത് യൂസുഫ് ഓതിയ ആ ചരിത്രം നമുക്കറിയാലോ. ഈ കുട്ടിയെ കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നു. അങ്ങനെ പിതാവിനോട് എന്ത് പറയും എന്നൊക്കെയുള്ള ആലോചന. അങ്ങനെ ഒരു ആടിനെ അറുത്ത് അതിൻ്റെ രക്തം ഈ കുട്ടിയുടെ ഷർട്ടിൽ പുരട്ടി അത് പിതാവിൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ആ സംഭവമൊക്കെ ഇങ്ങനെ ആ ഭാഗം ഓതിയിട്ട് ഇമാമ് കരയാണ്. അപ്പോൾ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഖുർആനും അതിൻ്റെ അർത്ഥമൊന്നും അറിയാത്ത ഒരു സുഹൃത്ത് ചോദിക്കുകയാണ്, എന്തിനാ ഇമാമ കരഞ്ഞത് എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രിയമുള്ളവരെ, ഖുർആൻ എന്തുകൊണ്ടാണ് ഇമാമ കരഞ്ഞത്? അത്രമാത്രം ആഴത്തിൽ സ്പർശിച്ചു. കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്ന ഒരു കഥയാണ് എങ്കിലും ആ രംഗത്തിൻ്റെ അത് മനസ്സിൽ സൃഷ്ടിക്കുന്ന വികാരം, അതിൻ്റെ ബലത്തിലാണ് അദ്ദേഹം കരയുന്നത്. സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, ഇങ്ങനെ ഒരുപാട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് രംഗങ്ങളിൽ
നമ്മൾ മാറ്റങ്ങൾക്ക് തയ്യാറാകേണ്ടതുണ്ട്. എത്ര ഇനിയിപ്പോൾ ആചാരങ്ങളും ദുരാചാരങ്ങളും നമ്മുടെ സമൂഹത്തിൽ എത്രയാണ്, ഒരുപാട്. ഇപ്പം നമ്മുടെയൊക്കെ പല സഹോദരങ്ങളും ഒരു വീട് പുതുതായിട്ട് താമസിക്കുമ്പോൾ, അല്ലെങ്കിൽ വീട് നിർമ്മാണം കൂട്ടിക്കോളൂ, ആ സമയത്തൊന്ന് കുറ്റിയടിക്കാൻ, വീടിന് കുറ്റിയടിക്കുക എന്ന് പറയില്ലേ, അവിടെ പുരോഹിതനെ കൊണ്ടുവരുന്നു. മുസ്ലിങ്ങളായ ആളുകൾ 5 നേരം നമസ്കരിക്കുന്ന ആളുകൾ വാഹനമെടുത്ത്, ഇന്നോവ എടുത്ത് നമ്പൂരിയെ കൊണ്ടുവരുന്നു, തങ്ങളെ കൊണ്ടുവരുന്നു, മുസ്ലിയാരെ കൊണ്ടുവരുന്നു, നിലവിളക്ക് വെക്കുന്നു, അടക്കയും വെറ്റിലയും വെക്കുന്നു. ഇങ്ങനെ എന്തെല്ലാം സംഭവങ്ങൾ. അവ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെയുള്ള ദുരാചാരങ്ങളെ അതിശക്തമായി എതിർണ്ട്. ഇപ്പം ഹജ്ജിൻ്റെ ഘട്ടമാണല്ലോ. ജാഹിലിയ കാലഘട്ടങ്ങളിൽ അവർ ബലിയെറുത്ത് കഴിഞ്ഞാൽ ഈ ബലിയുടെ കൂലി അള്ളാഹു തരണമെങ്കിൽ ആ ബലിയുടെ രക്തവും മാംസവും പരിശുദ്ധ കഅബാലയത്തിൻ്റെ ഭിത്തിയിലേക്ക് എറിയും. അങ്ങനെ ആ ഭിത്തിയിൽ രക്തവും മാംസവും എറിഞ്ഞ് പിടിപ്പിച്ചാൽ മാത്രമാണ് അത് ദൈവം സ്വീകരിക്കുക എന്നുള്ള ദുഷിച്ച വിചാരവും വിശ്വാസവും ആ കാലഘട്ടത്തിലുള്ള ആളുകൾക്കുണ്ടായിരുന്നു. ഇസ്ലാമിൽ വന്നപ്പോൾ പല മുസ്ലിം സഹോദരങ്ങളും അങ്ങനെ ചെയ്യാനായിട്ട് ഭാവിച്ചു. അവർ വിചാരിച്ചതൊക്കെ ശരിയാണെന്നുള്ളതാണ്. പക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം 37-ാം സൂക്തം, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ ബലിയെറുത്താൽ അതിൻ്റെ രക്തമോ മാംസമോ അല്ലാഹുവിൻ്റെ അടുക്കൽ എത്തുകയില്ല എന്ന് മാത്രമല്ല, എത്തുകയേ ഇല്ല. അതാണ് അതിൻ്റെ അർത്ഥം. ലൻ യനാലല്ലാ എന്നാണ്. പിന്നെ എന്താ എത്തുക? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങളുടെ മനോമുഖിരത്തിലുള്ള സൂക്ഷ്മതാബോധം അതാണ് എത്തുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുടെയൊക്കെ തഫ്സീറുകൾ ഇമാം ബുഖാരിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയാണ്, ഒരു അധ്യായത്തിൻ്റെ പേര് ബാബു ഇദാ ബക്കൽ ഇമാമു ഫി സ്വല എന്നാണ്. അതായത് ഇമാം നമസ്കാരത്തിൽ കരയുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്നുള്ള വചനം, ആ വചനം ഓതിക്കൊണ്ട് മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം കരഞ്ഞ സംഭവം കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു വചനം നിങ്ങൾ നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ലാ യലിജുൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹി ഹത്താ യഊദൽ ലബനു ഫിൽ ലർ. ഈ കറന്നെടുത്ത പാല് അകിട്ടിലേക്ക് തിരിച്ച് പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന മനുഷ്യൻ നരകത്തിൽ പ്രവേശിക്കുകയേ ഇല്ല എന്നുള്ളതാണ്. എന്താണ് ആ വചനത്തിൻ്റെ ആ ഒരു സൗന്ദര്യം? ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ. ഈ വിഷയമുണ്ടല്ലോ, ഖുർആൻ എത്ര കണ്ട് നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്. അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നിങ്ങളെയും ആക്ഷേപിക്കുന്ന ഒരു രംഗം, ആക്ഷേപിക്കേണ്ടുന്ന ഒരു രംഗം ഇമാം ദഹബി പറയുന്നുണ്ട്. ഇമാം ദഹബി എന്ന് പറഞ്ഞാൽ പ്രഗത്ഭനായ ഇസ്ലാമിക പണ്ഡിതനാണ്. ഹിജറ 748 വഫാത്തായിട്ടുള്ള മഹാനവറുകൾ അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്, യാ മിസ്കീൻ, പാവപ്പെട്ട മനുഷ്യ. അദ്ദേഹം എല്ലാ മനുഷ്യരെയും വിളിക്കുകയാണ്. അദ്ദേഹത്തെ തന്നെ വിളിച്ചതായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നെയും നിങ്ങളെയും വിളിച്ചതായിട്ട് കരുതുക. എന്താ വിളിക്കുന്നത്? യാ മിസ്കീൻ, മിസ്കീനായ മനുഷ്യ. സഹോദരിമാരും ശ്രദ്ധിക്കുക, അൻത മുസീഉൻ, നീ പാപിയാണ്, തിന്മ ചെയ്യുന്നവനാണ്. എന്നിട്ടോ വതറ അന്നക മുഹ്സിനുൻ, നീ വിചാരിക്കുന്നു നീ നന്മ ചെയ്യുന്നവനാണ് എന്ന്. ശരിയാണോ അല്ലേ എന്ന് നമ്മൾ സ്വയം മാർക്കിടുക. വീണ്ടും അദ്ദേഹം തുടരുകയാണ്, വ അൻത ജാഹിലുൻ, നീ വിവരദോഷിയാണ്. വതറ അന്നക ആലിമുൻ, നീ വിചാരിക്കുന്നു നീ വിജ്ഞാനമുള്ളവനാണ്, അറിവുള്ളവനാണ് എന്ന് നീ വിചാരിക്കുന്നു.
വതബ്ഹലു, നീ പിശുക്ക് കാണിക്കുന്നു. വതറ അന്നക കരീം, നീ ഔദാര്യം കാണിക്കുന്നവനാണ് എന്ന് നീ വിശ്വസിക്കുന്നു. പിശുക്ക് കാണിച്ചിട്ട്. വഅഹ്മഖ്, നീ വിഡ്ഢിയാണ്. വതറ അന്നക ആഖിലുൻ, പക്ഷേ നീ വിഡ്ഢിത്തം അതിങ്ങനെ ചെയ്തിട്ട് പറഞ്ഞിട്ട് അങ്ങനെ ജീവിച്ചിട്ട് നീ എന്താ വിചാരിക്കുന്നത്? നീ ആഖിലുൻ, ബുദ്ധിമാനാണ്, ചിന്ത ശക്തിയുള്ളവനാണ് എന്ന് നീ വിചാരിക്കുന്നു. അജലുക ഖസീർ, നിന്റെ അവധി എന്ന് പറയുന്നത് അത് ഖസീർ എന്ന് പറയാൻ വളരെ ചുരുങ്ങിയതാണ്. എന്നാൽ അമലുക ത്വീൽ, നിന്റെ മോഹങ്ങളോ അത് വളരെ ദൈർഘ്യം കൂടിയതാണ്. ഇങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയാൻ. ഇതൊക്കെ ഞാൻ എന്നെക്കുറിച്ച് തട്ടിച്ചു നോക്കണം, നിങ്ങളെ കുറിച്ച് തട്ടിച്ചു നോക്കുക. അദ്ദേഹം പറയാം, ഐ വല്ലാ, അതെ അല്ലാഹു തന്നെയാണ് സത്യം. വഅൻത ളാലിമുൻ, നീ അക്രമകാരിയാണ്. വതറാ അന്നക മദ്ലൂം, നീ മറ്റുള്ളവരെ ദ്രോഹിച്ചിട്ടേ നീ വിചാരിക്കുന്നത് എന്താ? നീ അക്രമത്തിന് വിധേയനായവനാണ്, ആക്രമിക്കപ്പെട്ടവനാണ് എന്ന് നീ വിചാരിക്കുന്നു. വആകിലുൻ ലിൽ ഹറാം, നീ ഹറാം ഭക്ഷിക്കുന്നവനാണ്. വതറാ അന്നക മുതവരിഉൻ, എന്നിട്ട് നീ വിചാരിക്കുന്നത് ഞാൻ ഹലാൽ മാത്രം ഭക്ഷിക്കുന്നവനാണ് എന്നുള്ളതാണ്. വഫാസിഖുൻ, നീ അധർമ്മകാരിയാണ്. വതഅതഖിദു അന്നക അദലുൻ, എന്നിട്ട് നീ വിശ്വസിക്കുന്നതോ നീ നീതിമാനാണ് എന്നുള്ളതാണ്. വത്വാലിബുൽ ഇൽമി ലിദ്ദുനിയ, നീ ദുനിയാവിൻ്റെ നേട്ടത്തിന് വേണ്ടി അറിവുകൾ സമ്പാദിക്കുന്നവനാണ്. വതറ, എന്നിട്ട് നീ കാണുന്നതോ നീ കരുതുന്നതോ അന്നക തത്ലുബുഹു ലില്ലാ, അല്ലാഹുവിന് വേണ്ടിയാണ് അറിവ് സമ്പാദിക്കുന്നത് എന്ന് നീ വിശ്വസിക്കുന്നു. സഹോദരങ്ങളെ, ഇമാം ദഹബി അദ്ദേഹത്തിൻ്റെ സിയറു അഅലാമിൻ നുബല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇങ്ങനെയുള്ള ചിന്തകൾ കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. എല്ലാ രംഗത്തും ദാനധർമ്മത്തിൻ്റെ ഒരിക്കൽ ഞാൻ അവസാനിപ്പിക്കുക. ഒരു പള്ളി, ഒരു അറബി എന്ത് ചെയ്തു പറയുന്നത്, നമ്മുടെ കേരളത്തിലൊരു പള്ളി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു. അദ്ദേഹം വന്നപ്പോൾ തൊട്ട് അപ്പുറത്തുള്ള കുറച്ച് 4-5 ആളുകൾ വന്നിട്ട് ഈ ഷെയ്ഖിനോട് പറഞ്ഞു, ഞങ്ങളെ നാട്ടിലൊരു പള്ളി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു 18 കൊല്ലാവെന്ന് പറഞ്ഞു. അവർ അത്ഭുതപ്പെട്ടു, 18 കൊല്ലം ഒരു പള്ളിക്ക് കാത്തു നിൽക്കുക. അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, ഞാൻ മത്സ്യബന്ധനാണ് എൻ്റെ ജോലി. 18 വർഷം ഞാൻ ജോലി ചെയ്തിട്ട് അതിൽ നിന്ന് അല്പാൽപമായി സൂക്ഷിച്ച് സ്വരൂപിച്ച് വെച്ചിട്ടുള്ള ആ തുക കൊണ്ടാണ് പള്ളി കയറ്റിയത്. അപ്പം എന്താ, പള്ളി നിർമ്മിക്കണം, അങ്ങനെ അള്ളാഹിൻ്റെ ആ സ്വർഗം കരസ്ഥമാക്കണം, സ്വർഗത്തിലൊരു വീട് സമ്പാദിക്കണം എന്നൊക്കെയുള്ള മോഹം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഒരു ആ രൂപത്തിൽ സമ്പാദിച്ചതാ. ഇത് കേട്ടപ്പോൾ ഈ ആളുകൾ അത്ഭുതപ്പെട്ടു. ഇത് നടന്ന സംഭവമാണ് നമ്മുടെ കേരളത്തിൽ. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെയാണ് മനുഷ്യരുടെ ഒരു അവസ്ഥ എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആനിൽ ഈ നബിമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ഹാറൂൻ അലൈഹിസ്സലാം, അതുപോലെ ഇദ്രീസ് അലൈഹിസ്സലാം, അങ്ങനെയുള്ള ഒരുപാട് പ്രവാചകന്മാരെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആ പ്രവാചകന്മാർ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരാണ്. അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയത്തി ആദം, ആദമിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട, വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ, നൂഹ് നബി അലൈഹിസ്സലാമയോടൊപ്പം നാം കപ്പലിൽ കയറ്റിയിട്ടുള്ളവരിൽപ്പെട്ട, വമിൻ ദുർരിയത്തി ആദം വ ഇസ്രായേൽ, വമിൻ ദുർരിയത്തി ഇബ്രാഹിമ വ ഇസ്രായേൽ, ഇബ്രാഹിമിൻ്റെയും ഇസ്രായേലിൻ്റെയും സന്തതികളിൽപ്പെട്ട. അങ്ങനെ ആ പ്രവാചകന്മാർ ആരുടെ മക്കളാണെന്നൊക്കെ ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് പറയാൻ, ഇദാ തുത്ല അലൈഹിം, അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ആയാതുർ റഹ്മാൻ, പരമകാരുണികൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, ഖറൂ സുജ്ജദം വബുക്കിയ, അവർ വീഴും. എങ്ങനെ വീഴും? പ്രണമിച്ചുകൊണ്ട്, സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്.
ഖർറു എന്ന് പറഞ്ഞാൽ വീഴും, സുജ്ജദൻ എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ട്, അതുപോലെ ബുക്കിയ കരഞ്ഞുകൊണ്ട്. 19-ാം അധ്യായം സൂറത്ത് മറിയം അതിൻ്റെ 58-ാമത്തെ സൂക്തമാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഓർത്ത് കരയുക എന്നുള്ളത്, അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്, അതുപോലെ ആഖിറത്തിലെ സംഗതികളെക്കുറിച്ച് ഓർക്കുക എന്നുള്ളത്, അതൊക്കെ വളരെ സുപ്രധാനമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറാൻ തയ്യാറാകുക. പ്രിയമുള്ളവരെ, ചില ആളുകൾ വിചാരിക്കുന്നത് അറിയോ, നമുക്ക് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മാറാം. അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. മാറാൻ തയ്യാറുണ്ടെങ്കിൽ ഈ നിമിഷം മാറാൻ തയ്യാറാകണം. നാളെയാകാം, അടുത്തയാഴ്ചയാകാം, അടുത്ത വർഷമാകാം, അല്ലെങ്കിൽ 75 വയസ്സാകട്ടെ എന്നുള്ള ചിന്ത അത് വിവരമില്ലാത്ത ആളുകളുടെ ചിന്ത മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും നന്മകൾ ചിന്തിച്ച് ഖുർആനിൻ്റെ ആ താല്പര്യങ്ങളും ആശയങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലവരായ സ്വാലിഹ്യങ്ങളായ ആളുകളായി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിലുള്ളൊരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഈ പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട ഒരു ക്രിട്ടിക്കൽ സ്റ്റേജാണെന്ന് പറയുന്നു. വിഷമകരമായിട്ടുള്ള സാഹചര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമുർ-റാഹിമീനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും അവർക്ക് സമാധാനം നൽകുകയും ശിഫ നൽകുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം വർഹംനാ ഇന്നക അൻത അർഹമുർ റഹീമീൻ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.